അല്ല ഇല്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ വിസ്മയമാകും ശരീരം ആവിന്ദുവിൽ നൽകുമ്പോ എന്നെല്ലാം മാറിയിടുമേ. വിസ്മയമാകും ശരീരം ആവിന്ദുവിൽ നൽകുമ്പോ എന്നെല്ലാം മാറിയിടുമേ. Praise the Lord. Hallelujah. ഈ ആത്മീയോത്സവം സഭയിൽ നിന്ന് 15 കൂടുതൽ കർത്താവിൻ്റെ ദാസന്മാരെ പാസ്റ്റർ ജോൺ ജോസ് അവர்கள் തലയിൽ കൈവച്ച് അടിപിടിപ്പിച്ച് ദൈവ സഭയുടെ പ്രതിനിധികളായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. അവർക്ക് ശക്തന്മാരായ ദൈവദാസന്മാരായിരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ ദാസനോട് കൂടെ ചേർന്നതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം പ്രചോദനമായി പ്രാർത്ഥിക്കുവാൻ സിസ്റ്റർ ശോഭന അവരുടെ ഉണ്ടായിരുന്നു. ഉപവാസ പ്രാർത്ഥനകൾ മുൻപൊക്കെ നടക്കുമ്പോൾ 21 7 ഒക്കെയും ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുള്ളതാണ്. അവരോടുള്ള സ്നേഹത്തോട് സ്നേഹം പങ്കുവയ്ക്കാനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. വളരെ പ്രാർത്ഥനാക്കാരിയായിരുന്നു. സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിപുരുഷനായിരിക്കുന്ന ബ്രദർ ബിനു അവர்கள் ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല വൈദ്യവേളയിൽ ഇപ്രകാരം ഒരു സമയത്ത് നിൽക്കുമ്പോൾ എൻ്റെ ചിന്ത കഴിഞ്ഞ ഞായറാഴ്ചയിലേക്ക് കടന്നു പോകുവാനിടയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇതിനകത്ത് പാടി, ഞങ്ങൾ ഒരുമിച്ച് ഇതിനകത്ത് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച ഒടുവിൽ നിത്യതയെക്കുറിച്ചുള്ള ദൈവവചനം ദൈവദാസന്മാർ ഇതിനകത്ത് വിളിച്ചു പറയുവാനിടയാണ്. ഏത് സമയമാണ് മരണം മാടി വിളിച്ചാലും നിത്യതയിലേക്ക് കടന്നു പോകുവാൻ ഒരുങ്ങുവിനെന്നുള്ള സന്ദേശം ദൈവസഭയ്ക്ക് കൈമാറുമ്പോൾ ഈ പ്രിയ സഹോദരിയും ആ ദൂത് കേൾക്കുവാൻ ഇതിനകത്തുണ്ടായിരുന്നു. ദീർഘവർഷങ്ങളായി സഭയുടെ നെടുന്തൂണുകളിൽ ഒരാളായ പ്രിയ സഹോദരി ആത്മീക കാര്യങ്ങളിൽ, ഭൗതിക നന്മകളിൽ ദൈവദാസന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഏത് വിഷയത്തിനും ഓടി എത്തുകയും സഹായിക്കുകയും ഞങ്ങളെ എല്ലാ നിലകളിലും കരന്താങ്ങിയ പ്രിയ സഹോദരി. അതിനേക്കാളുപരി തൻ്റെ മകളുടെ ഭവനത്തിലായിരുന്ന പ്രിയ ദൈവദാസി ഇന്ന് ഈ സഭയിൽ തിരുമേശ ശുശ്രൂഷ ക്രമീകരിച്ചിരുന്നു. അത്രമാത്രം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളാണ് ശോഭനാന്റെ പോലീസുകാർ. കഴിഞ്ഞ വെള്ളിയാഴ്ച സഭയിൽ വരാത്തത് കൊണ്ട് ഞാൻ അറിഞ്ഞു ആൻറ്റി വയ്യാതിരിക്കുന്നു എന്നറിഞ്ഞു. വീട്ടിൽ കടന്നുപോയപ്പോൾ അവിടെ വളരെ സുഖത്തോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഏകദേശം അരമണിക്കൂറോളം അടുത്തിരുന്ന് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, എനിക്കെന്തോ മനസ്സിലൊരു ഭീതിയുണ്ട്, പേടിയുണ്ട് എന്നൊക്കെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയമൊക്കെ എനിക്ക് ആൻറ്റിയോട് ഏത് രീതിയിലുള്ള സംസാരിക്കാം, ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്നതാണ്. ആൻറ്റി എന്ന് മാത്രമല്ല, ഞാൻ ചിലപ്പോൾ പേരൊക്കെ വിളിക്കാറുണ്ട്. അത്രയും അവൻ മനസ്സ് തുറന്ന് ആൻറ്റി എന്ത് രീതിയിലും അഭിസംബോധന ചെയ്യാം. അത്രയും സ്നേഹം എനിക്ക് ആൻറ്റിയോടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇടുന്ന പ്രയാസപ്പെടരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അരമണിക്കൂറോളം അവിടെ ആയിരിക്കുവാനിടയാണ്. പ്രാർത്ഥിച്ച് തലയിൽ തിരിച്ച് പ്രാർത്ഥിച്ച് മടങ്ങി തിരിച്ച് ഇന്നലെ പ്രഭാതത്തിൽ 12 മണിയായപ്പോൾ എനിക്ക് പ്രിയ ആശ ചേച്ചി എന്നെ വിളിച്ചിട്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഫോണ് ആൻറ്റിയുടെ കയ്യിൽ കൊടുത്തു. ഞാൻ അവസാനമായി ആൻറ്റിയായിട്ട് സംസാരിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. 10-15 മിനിറ്റ് കഴിഞ്ഞു ആൻറ്റി മരിച്ചു. വാത്സല്യ കുടുംബം, സഭ, ബന്ധമിത്രാദികൾ, ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ,
ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ അടുത്തതിലെ സ്നേഹിക്കുന്ന ദേവദാസൻ പാസ്റ്റർ ടീച്ചർ ജോസ്, തൻ്റെ സഹോദരൻ ജിബിൻ, അതുപോലെ ഇന്ന് മീറ്റിംഗ് ചെയർമാനായിരിക്കുന്ന ദേവദാസൻ പാസ്റ്റർ സിബിൻ, കൂടാതെ ഇവിടെ ആയിരിക്കുന്ന വളരെയധികം ആധികാരികതയുള്ള ഏക വ്യക്തി നമ്മുടെ കർത്താവായ യേശുവാണ്. കാരണം യേശു മരണത്തെ ജയിക്കുവാൻ, മരണത്തെ ജയിച്ച യേശുവിനെയാണ് ഇന്നിവിടെ വന്നിരിക്കുന്ന നാം സേവിക്കുന്നത്, നാം ആരാധിക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് വാത്സല്യ സഹോദരി കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് 5:28 മുതൽ 29 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേൾക്കി, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കായി പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വാഗ്ദരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ, രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകാലിലുറങ്ങുന്നു. അപ്പോഴും വേദത്തിൻ്റെ ചക്രം മുൻപോ തോടുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകാലിലുറങ്ങുന്നു. അപ്പോഴും വേദത്തിൻ്റെ ചക്രം മുൻപോ തോടുന്നു. സമയമായി രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമദീന ബന്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമദീന ബന്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമദീന ദൈവീത് ശാന്തരാകണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. പ്രാർത്ഥിച്ച് ആശീർവാദത്തിന് ശേഷം യാത്ര പറഞ്ഞ് പോകുവാനുള്ള സമയം ഉണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സർവാശ്വാസങ്ങളുടെ ഉറവിടമാകുന്ന ഞങ്ങളുടെ കർത്താവേ, കഴിഞ്ഞ 5 പതിറ്റാണ്ടിലധികം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് ദൈവത്തിനും ദൈവസഭയ്ക്കും കുടുംബത്തിനും നാടിനും സകലർക്കും സാക്ഷ്യമുള്ളവളായി ജീവിച്ച ഞങ്ങളുടെ വാത്സല്യ സഹോദരി കഴിഞ്ഞ രാത്രിയിൽ താൻ പ്രത്യാശ വെച്ച യാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമദീന ബന്ധപ്പെട്ടോടിടുന്നു.
സ്വദേശം കാൺമദീന ബന്ധപ്പെട്ടോടിടുന്നു എന്നെ ഏതി ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുരുഷാർത്ഥി തരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുരുഷാർത്ഥി തരുന്നു വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം പ്രാർത്ഥിക്കും. ദേവദാസന്മാര് ഈ ശുശ്രൂഷയിൽ സഹകരിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. വായിച്ചൊക്കെ സഹകരിക്കണം, സഹായിക്കണം, സ്നേഹത്തോടെ അറിയിക്കുന്നു. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണീക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യയും ധരിക്കണം. അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവാൻ നമുക്ക് വേദപുസ്തകത്തിൽ തിരുവചനത്തിൽ പ്രത്യാശ നൽകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മെ വിട്ട് കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അതെ വേർപെടും ശരീരം കുടിയിലേക്ക് ഇറക്കി വെക്കുവാൻ സ്നേഹത്തോടെ അറിയിക്കും. പിരിഞ്ഞിടും വീട്ടുകാർക്കരഞ്ഞിടും കൂട്ടുകാർ പിരിഞ്ഞിടും വീട്ടുകാർക്കരഞ്ഞിടും കത്തൻ കാഹളനാദത്തിൽ നീ പൊടിയാകും. ഈ പൊടിയിൽ നിന്നും ഈ പൂഴിയിൽ നിന്നും എടുത്ത ഈ ശരീരത്തെ പൊടിക്കും പൂഴിക്കും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടുത്തെ സ്നേഹമുള്ള മുഖം ഇപ്പോൾ മുതൽ ഞങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എങ്കിലും താൽക്കാലികമായി ഞങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഈ മുഖത്തെ തേജസ്സേറിയ ശരീരത്തോടുകൂടെ ഞങ്ങൾ കാണും. നാം തമ്മിൽ കാണും. കരമുയർത്ത ദൈവത്തെ സ്തുതിക്കുക. മാറിപ്പോയിടുമ
കഷ്ടം ദുഃഖം മരണവും മാറിപ്പോയിടുമെന്ന് കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാവിനെ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാവിനെ കോടി ശുദ്ധരാ. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവനിതാ ഞാൻ സകലവും പുതുതായി ഉണ്ടാകുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും അവൻ കണ്ടു. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഒരു ദിവസം പ്രിയമുള്ളവനെ ഇനി ദുഃഖമില്ല, ഇനി മരണമില്ല. പ്രിയ സഹോദരിയെ സംബന്ധിച്ച് പ്രത്യാശ വെച്ച സകല വിശുദ്ധന്മാർക്കും മനുഷ്യന്റെ അവസ്ഥ ഇതാകുന്നു. മനുഷ്യനെ ബലവാൻ തന്റെ ബലത്തിൽ എന്തിന് പുകഴണം? ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ എന്തിന് പുകഴണം? സൗന്ദര്യമുള്ളവർ എന്തിന് തന്റെ സൗന്ദര്യത്തിൽ പുകഴണം? സലോമോൻ സഭാപ്രസംഗി എഴുതി അവസാനിപ്പിക്കും. പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, എല്ലാറ്റിന്റെയും സാരം കേട്ടു ദൈവത്തെ ഭയപ്പെട്ടു അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചോളുക, അതാകുന്നു സകല മനുഷ്യർക്ക് ദൈവം നല്ലതും തീയതുമായി സകല രഹസ്യം. ഞങ്ങളുടെ പ്രിയ മാതാവിന്റെ എത്രത്തോളം ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണം. അവസാനിക്കുകയാണ്. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഭയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.